A+2 സ്വാഗതം. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ അൺഓതറൈസ്ഡ് ബിൽഡിംഗ് എങ്ങനെ റെഗുലറൈസ് ചെയ്യാം എന്നത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു പുതിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റെഗുലറൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ള വിവരം പറഞ്ഞു. അതിനെ തുടർന്ന് നമ്മൾ അടയ്ക്കേണ്ട ഫീസുകൾ എത്രയാണെന്ന് മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന് അപേക്ഷിക്കുക എന്നുള്ള വിവരമാണ് പറയുന്നത്. അപേക്ഷിക്കാനുള്ള വിവരം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ആദ്യം പറയാം, ഇതിനൊരു ലാസ്റ്റ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ റെഗുലറൈസ് ചെയ്യുന്ന ഉത്തരവ് അല്ലെങ്കിൽ റൂൾസ് മാത്രമേ വന്നിട്ടുള്ളൂ, ചട്ടം മാത്രമേ വന്നിട്ടുള്ളൂ. മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും വരാനിരിക്കുന്നു. അത് വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപേക്ഷ നൽകേണ്ട അവസാന തീയതി മിക്കവാറും പറയാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തർക്കമുള്ള കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. നിയമം മാറ്റാതെ റൂൾസ്, ചട്ടം കൊണ്ടുവന്നത്, നിയമത്തിൽ മാറ്റം വരുത്താതെ ചട്ടത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നത് പ്രായോഗികമായി നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അവസ്ഥ കൂടി നമ്മൾ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വന്നേക്കാം. എന്തായാലും ഇതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നോക്കിയതിന് ശേഷം എന്തായാലും ആ വിവരം വരുന്ന മുറയ്ക്ക് ഈ ചാനലിൽ അക്കാര്യം പങ്കുവെക്കുന്നുണ്ട്. ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ വന്നിട്ടുണ്ട്. ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലെ ഭാഗത്ത് പോയി അതറിയാൻ താല്പര്യമുള്ളവർ നോക്കുക. ഇടയ്ക്കൊരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളിൽ ചിലരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ നിരവധി ചോദ്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അതൊന്നും ശരിക്കും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ളൊരു അർഹതയായിട്ട് കാണുന്നില്ല. ഒരു വിരലമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമാണ്. ലൈക്ക് ചെയ്യുകയും നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടി ഒരു കാര്യമാണെന്ന് എടുത്തു പറയുന്നു. കാരണം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ. ഈ ചാനൽ ശരിക്കും പറയുകയല്ല, പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഒരു എപ്പിസോഡ് പൂർണ്ണമാക്കുകയല്ല. കാണുന്ന എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകാൻ വേണ്ടി ഒരു തവണ കൂടി ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബോധപൂർവമാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം 2 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. എല്ലാവരുടെയും കാര്യമല്ല, ചില ആളുകൾ ബൗദ്ധിക തലത്തിൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവും. ചിലർക്ക് 2 പ്രാവശ്യമോ ചിലർക്ക് 3 പ്രാവശ്യമോ പറയേണ്ടി വരും. എന്തായാലും 2 പ്രാവശ്യം കൊണ്ടെങ്കിൽ ഞാനത് പറയുന്നുണ്ട്. അത് ആരും ബോറടിക്കരുത്. അത് ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് ഗുണപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. പെട്ടെന്ന് മനസ്സിലാകുന്ന ആളുകൾ ചിലപ്പോൾ പറയും ഇത് കൂടുതലല്ലേ എന്ന് പറഞ്ഞു. ക്ഷമിക്കുക, അത് ഞാൻ പറഞ്ഞതുപോലെ പറയുകയല്ല, പഠിപ്പിക്കുകയാണ് ഈ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം എങ്ങനെ അപേക്ഷിക്കണം. അപേക്ഷിക്കുന്നതിന് ഒരു നിശ്ചിത ഫോറം ഉണ്ട്. ലോക്കൽ സെൽഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് മീൻസ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഇത് കിട്ടും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലും ഈ റൂള് നിലവിൽ വന്നില്ല. വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും. എന്തായാലും ഇപ്പോൾ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് പ്രദേശത്തുള്ളവർ പഞ്ചായത്തിൽ നിന്നും ഈ പ്രത്യേക ഫോം വാങ്ങി അത് പൂരിപ്പിച്ച് കൊടുക്കണം. കൊടുക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പ്ലാൻ പാസ്സാക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആ പ്ലാനിൽ നിന്നും വ്യതിചലിക്കുന്നത് കൊണ്ടാണല്ലോ അൺഓതറൈസ്ഡ് ആവുന്നത്. 3 മീറ്റർ ഫ്രണ്ടേജ് വിടാനുള്ളതിന് 3 മീറ്റർ ഇല്ല. അങ്ങനെ കെട്ടിടം മുമ്പോട്ടോ പ്ലാനിൽ നിന്നും വ്യതിചലിച്ചോ ഒക്കെ നിർമ്മിച്ചത് കൊണ്ട് ഫ്രണ്ടേജ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അത് നമ്പർ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടാവും. പല ആളുകളും നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് പ്രൊവിഷണൽ ഓർഡർ എത്തിയിട്ടുണ്ടാവും. ചിലർക്ക് അതും കഴിഞ്ഞ് കൺഫർമേഷനും ആയി കാണും. ചിലരിപ്പോൾ ട്രിബ്യൂണലിൽ, LSC ട്രിബ്യൂണലിൽ കേസുമായി പോയിട്ടുണ്ടാകും. നിരവധി കേസുകൾ ഞങ്ങൾ അതുമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ട്രിബ്യൂണലിൽ. അപ്പോൾ ചിലർ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ബിൽഡിംഗ് ആണോ നിങ്ങൾ വയലേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ബിൽഡിങ്ങിൽ അപ്രൂവ് ചെയ്ത് ലഭിച്ച പ്ലാൻ, ആ പ്ലാനിൻ്റെ കോപ്പി കൂടി നിങ്ങൾ അപേക്ഷയോടുകൂടി വെക്കണം. അനുബന്ധ രേഖകൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കറസ്പോണ്ടൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് മെമ്മോയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നോട്ടീസോ പ്രൊവിഷണൽ ഓർഡറോ കൺഫർമേഷൻ ഓർഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, കോടതിയിൽ എന്തെങ്കിലും കേസ് നിലവിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ എഴുതേണ്ടി വരും. ആ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അനുബന്ധമായ രേഖകളെല്ലാം ഈ അപേക്ഷയ്ക്കകത്ത് എഴുതി കാണിക്കുകയും അതിനോടൊപ്പം എൻക്ലോസ് ചെയ്യുകയും വേണം.
ആർക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് നിലവിൽ പഞ്ചായത്തിൻ്റെ ഭാഗമായുള്ള റൂൾസ് വന്നതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെയും റൂൾസ് വന്നാൽ അവിടെയുള്ള സെക്രട്ടറിക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാനുള്ളത്. അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷാ ഫീസ് ആദ്യം അടയ്ക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി ഈ അപേക്ഷയോടൊപ്പം വെക്കണം. റെഗുലറൈസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രം റെഗുലറൈസേഷൻ ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. അപേക്ഷാ ഫീസ് ആദ്യം കൊടുക്കേണ്ടി വരും. അപ്പോൾ റെഗുലറൈസേഷന് വേണ്ടി നമ്മൾ സെക്രട്ടറിക്ക് കൊടുക്കുന്ന അപേക്ഷ കൈകാര്യം ചെയ്യുന്നത് സെക്രട്ടറി അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം സെക്രട്ടറിക്ക് കോമ്പൗണ്ട് ചെയ്യാവുന്ന ഈ കൺസ്ട്രക്ഷൻ അല്ല ഈ റൂൾസിനകത്ത് പറയുന്നത്. അതിനുവേണ്ടി ഒരു ജില്ലാതല സമിതി രൂപീകരിക്കും. ഈ ജില്ലാതല സമിതിയിലേക്ക് സെക്രട്ടറി ഈ അപേക്ഷ സമർപ്പിക്കും. തീരുമാനമെടുക്കുന്നത് ഈ ജില്ലാതല ഈ റെഗുലറൈസേഷൻ കമ്മിറ്റിയാണ്, ജില്ലാതല ക്രമവൽക്കരണ കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുക. സെക്രട്ടറി കൂടെ ഉൾപ്പെടുന്ന കമ്മിറ്റി തന്നെയാണ് അതിനകത്ത് വരുന്നത്. ടൗൺ പ്ലാനർ ഉണ്ടാവും, എഞ്ചിനീയർ ഉണ്ടാകും. ഇവർ 3 പേരും അടങ്ങുന്ന കമ്മിറ്റിയാണ് ജില്ലാതല കമ്മിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൊടുക്കുന്ന സെക്രട്ടറി മാത്രമല്ല, ആ പ്രദേശത്തെ സെക്രട്ടറിമാർ വരാം. ജില്ലാതല സമിതി ആയതുകൊണ്ടാണ് അങ്ങനെ വരാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കമ്മിറ്റി പരിശോധിച്ച് റെഗുലറൈസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കാത്ത കെട്ടിടമാണ്, അല്ലെങ്കിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കാത്ത കെട്ടിടമാണ്, പിന്നെ ടൗൺ പ്ലാനിങ് സ്കീമുകൾ ലംഘിക്കാത്ത കെട്ടിടമാണ്. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടത്തിന് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ റെഗുലറൈസ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഫീ അടച്ച് നിങ്ങൾക്ക് റെഗുലറൈസ് ചെയ്യാം. തുടർന്ന് നിങ്ങൾക്ക് കെട്ടിടത്തിന് പൂർത്തിയാക്കാനുള്ളതാണെങ്കിൽ അത് ബാക്കി മിക്കവാറും ഈ പറഞ്ഞ കട്ട് ഓഫ് ഡേറ്റിനോ അതിനു മുമ്പോ പൂർത്തീകരിച്ചതാണ് കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ വരുന്നത്. അങ്ങനെയുള്ള കെട്ടിടത്തിന് നിങ്ങൾക്ക് റെഗുലറൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്പർ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ജില്ലാതല കമ്മിറ്റി ഇത് റെഗുലറൈസ് ചെയ്തില്ലെങ്കിലോ, റിജക്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ കിട്ടിയാൽ നിങ്ങൾ അപ്പീൽ കൊടുക്കണം. അപ്പീൽ ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റ് ലെവലിലെ ഒരു കമ്മിറ്റിയുണ്ട്. സ്റ്റേറ്റ് ലെവലിലെ കമ്മിറ്റിക്കാണ് നിങ്ങൾ ഈ അപ്പീൽ കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക. ജില്ലാതല കമ്മിറ്റിയിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടറാണ് ചെയർമാൻ. അതായത് പഞ്ചായത്തിൻ്റെ ഡിസ്ട്രിക്ട് ജോയിന്റ് ഡയറക്ടർ എന്ന് പറയും. അദ്ദേഹമാണ് ജില്ലാതലത്തിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ടൗൺ പ്ലാനർ വരും, അദ്ദേഹം കൺവീനറാണ്. LST സെക്രട്ടറിയും എഞ്ചിനീയറും ഒക്കെ അതിൻ്റെ മെമ്പേഴ്സാണ്. ഇത്രയും പേരാണ് ജില്ലാതല ആദ്യത്തെ സമിതിയിൽ വരുന്നത്. ഇനി സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. ആദ്യത്തെ ജില്ലാതല കമ്മിറ്റിയുടെ നിരസിക്കൽ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലേക്ക് അപ്പീൽ കൊടുക്കാം. അവിടെയും നിങ്ങൾക്ക് റെഗുലറൈസേഷൻ കിട്ടിയില്ലെങ്കിലോ ഗവൺമെൻറ്റിലേക്ക് നിങ്ങൾ അപ്പീൽ കൊടുക്കാം. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ആണ് അതിൻ്റെ അധികാരി എന്ന് പറയുന്ന LST വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഗവൺമെൻറ് തല അപ്പലേറ്റ് അതോറിറ്റിയാണ്. അവസാനത്തെ അപ്പലേറ്റ് അതോറിറ്റി അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഫൈനലായിരിക്കും. തുടർന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോടതിയിൽ മാത്രമേ പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ആദ്യത്തെ പ്രൈമറി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത് നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ്. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജില്ലാതല കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്നു. ജില്ലാതല റെഗുലറൈസേഷൻ കമ്മിറ്റി, ക്രമവൽക്കരണ കമ്മിറ്റി ഇത് പരിശോധിച്ച് തീർപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് എതിരെ ആയിട്ട് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി പോകാം. തുടർന്നും നിരസിക്കൽ ഉത്തരവാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അപേക്ഷ എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, അപ്പീൽ കൊടുക്കണം, ഇതിനെ സംബന്ധിച്ചുള്ള വിവരം വ്യക്തമായി ഈ ചാനൽ പറഞ്ഞിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി. തുടർന്നുമുണ്ട് കേട്ടോ. ഈ റെഗുലറൈസേഷനുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ ഉത്തരവാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഉത്തരവാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. നന്ദി.